ഹായ് അസ്സലാമു അലൈക്കും. നല്ല ഉരുക്ക് വിഭവം എന്നൊക്കെ പറയാറില്ലേ? തനി നാടനും അറബിക്കും എല്ലാം കൂടെ ചേർന്ന ഒരു സൂപ്പർ ബീഫ് മന്തിയാണ്. ഈ ഒരു ടേസ്റ്റ് എല്ലാവരും അറിയണം. അത്രയ്ക്കും ടേസ്റ്റാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അടിപൊളി ബീഫ് മന്തിയാണ്. ഒരു സ്പെഷ്യൽ മന്തിയാണ്. അങ്ങനെ വേണമെങ്കിൽ പറയും. ചൂടോടെ നല്ല ചൂടോടെ കഴിച്ചാലുണ്ടല്ലോ നാവിലെ ടേസ്റ്റ് ഒരിക്കലും മറക്കത്തില്ല. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള നല്ല തനി നാടൻ മന്തി. അപ്പോൾ എന്താ അടിപൊളി കുറച്ച് ബീഫ് 1 കിലോയോളം ഉണ്ട്. അപ്പോൾ അതിനകത്ത് 2 പീസ് എല്ലും ഉണ്ട്. അതിലേക്ക് നമുക്ക് മന്തി മസാല ഇട്ട് കൊടുക്കാം. അപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മന്തി മസാലയോ വീട്ടിൽ തയ്യാറാക്കുന്ന മന്തി മസാലയോ ഏതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മന്തി മസാലയാണ്. അപ്പോൾ അത് 1.5 സ്പൂൺ, 1 കിലോ ബീഫിന് 1.5 സ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ ജീരകം പൊടിച്ചത്, 1/4 സ്പൂൺ കുരുമുളക് ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. ചതച്ച കുരുമുളകാണ് ടേസ്റ്റ് എന്ന് വെച്ചാൽ അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, കുരുമുളക് ചതച്ചിട്ട്. അപ്പോൾ 2 പാക്കറ്റ് മാഗി എന്ന് വെച്ചാൽ അപ്പം 4 ക്യൂബ്സ് കാണും, അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ഇടണ്ട, മാഗിയുടെ ക്യൂബ്സിന് അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പോൾ അത് പോരാങ്കിൽ നിങ്ങൾ ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു വലിയ ക്യാപ്സിക്കം, 2 തക്കാളി, മല്ലിയില, ഇതെല്ലാം വേണം. അപ്പോൾ വലിയ ഒരു ബൾബ് വെളുത്തുള്ളി, ഒരു 2 ഇഞ്ചോളം ഇഞ്ചി, ഒരു 10-12 പച്ചമുളക് ചതച്ചതാണ്. അത് എരിവിനനുസരിച്ച് പച്ചമുളക്, ഒരു പിടി മല്ലിയിലയും, ഒരു 4 തണ്ട് മല്ലിയിലയാണെങ്കിൽ ഒരു 2 തണ്ട് പുതിന ഇല ചേർത്തിട്ടുണ്ട്. പുതിന ഇലയുടെ തണ്ട് ചേർക്കരുത്, ഇല മാത്രം. അപ്പോൾ 2 തക്കാളി, അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളി, ഒരു ചെറിയ സവാള, ഇതിത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തെറ്റരുത്, മല്ലിയില, സവാള, തക്കാളി, അതുപോലെ പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തത് മറക്കരുത്. ഇഞ്ചിയും വെളുത്തുള്ളി അടിപൊളി ടേസ്റ്റാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർക്കുമ്പോൾ അതൊരു വല്ലാത്ത മാജിക്കാണ് കേട്ടോ ഈ മന്തിക്ക്. എന്നുവെച്ചാൽ ബീഫിന് അത്യാവശ്യം വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും. അത് അനുയോജ്യമാണ്, കാരണം ബീഫ് നല്ല ഫാറ്റായിട്ടുള്ള ഇറച്ചിയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കത് ചെയ്യാം. ഇത് മൊത്തം നന്നായിട്ട് ഞാൻ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തായിരുന്നു. എന്നിട്ട് കുക്കറിലേക്ക് നമുക്ക് വേവിച്ച് എടുക്കാം. അപ്പോൾ ഒരു 8 വിസിലെങ്കിലും കുക്കറിൽ വേവിക്കുമ്പം വേണം. അപ്പം നല്ല മയം കിട്ടും. അതുപോലെ ഒരു ഉണക്ക നാരങ്ങ കൂടി ചേർത്തിട്ടുണ്ട്. മറക്കല്ലേ, അതൊരു വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ ഉണക്ക നാരങ്ങ ഇട്ടാൽ. അപ്പോൾ ഞാനൊരു 7-8 വിസിൽ കേൾക്കുന്നിടം വരെ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ല പോലെ വേവണം ബീഫ്. അപ്പം നമുക്കതിൻ്റെ റൈസിന് സെല്ല റൈസാണ് ഞാനെടുത്ത് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം വെച്ചു. ഏലയ്ക്ക, ഒരു ബേ ലീഫ് ഏലയ്ക്ക, ഒരു 3 വലിയ ഏലയ്ക്ക, ഒരു 2 വലിയ തണ്ട് കറുവാപ്പട്ട, 2 ഗ്രാമ്പു, പിന്നെ അതിലേക്ക് ഉണക്ക നാരങ്ങ. അത് നമ്മൾ മന്തിക്കെല്ലാം പൊതുവേ ചേർക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് അരിയിട്ട് കൊടുക്കാം. ഇതിൻ്റെ നല്ല ഒരു മണമാണ് കേട്ടോ ഈ ഒരു മസാല തിളയ്ക്കുമ്പോൾ. ആ ബേബി ലീഫിൻ്റെയും ആ കറുവാപ്പട്ടയുടെയൊക്കെ നല്ല മണമാണ്. എപ്പോൾ അരിയിട്ടാലും നമ്മൾ അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പിടാൻ ആരും മറക്കരുത്, നല്ല പോലെ ഉപ്പിടണം. കാരണം ചോറ് നന്നായിട്ട് ഉപ്പ് പിടിക്കും. ആ ഒരു രീതിയിൽ ഉപ്പിടണം നോക്കിയിട്ട്. അപ്പം അതിന് അളവൊന്നുമില്ല, നമ്മൾ വെള്ളം എന്തോരം വെക്കുന്നോ അതനുസരിച്ചാണ് ഉപ്പ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ വെന്ത് നന്നായിട്ട് നല്ല പോലെ വേവണം. എന്ന് വെച്ചാൽ ഫുള്ളങ്ങ് വേവണ്ട, ഒരു 90% വേകണം. നമുക്കിതൊന്ന് ദമ്മ് ചെയ്യണം, അതുകൊണ്ടാണ്. എന്നാൽ പകുതി വേവല്ല കേട്ടോ, അതിലും കുറച്ച് കൂടി വേവുണ്ട്. അരിയുടെ ആ ഒരു കടിച്ച പരുവം മാറിയിട്ട് ചോറ് ആകുന്ന ആ പരുവത്തിൽ തന്നെ വേവിച്ചോളൂ കേട്ടോ. കാരണം നമ്മൾ ദമ്മിടുന്ന ഒരു 10 മിനിറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരുപാട് വേവണമെന്നില്ല. നല്ല മയം വേണം, കാരണം നല്ല പതുപതാന്ന് പഞ്ഞി പോലെ ഇരിക്കും ബീഫ്. അപ്പോൾ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കണമെങ്കിൽ ചോറിന് നല്ല മയം വേണം. പിന്നെ ഇതിനകത്ത് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, സൺഫ്ലവർ ഓയിൽ.
അത് വീഡിയോ എടുക്കാൻ സ്കിപ്പായിപ്പോയി. അപ്പോൾ അതാ നമ്മുടെ ബീഫ് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ ആ മസാലയുടെ മണം തുറക്കുമ്പോൾ ഒരു അപാര മണമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് അത് ഉണ്ടാക്കി കഴിക്കണം, വെറുതെ നോക്കി നിൽക്കരുത്, ഉണ്ടാക്കി കഴിക്കണം. അതേപോലെ നല്ല മണമാണ്, നാരങ്ങയുടെയൊക്കെ മണം, നല്ല ടേസ്റ്റിൽ. അപ്പോൾ അതാ ഞാൻ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലാണ് ഒന്ന് അതിൽ നിന്ന് ബീഫ് എടുത്ത് പൊരിക്കുക. അപ്പം ഞാൻ ഫ്രൈ പാനിലിടാഞ്ഞത് ആ ഇറച്ചിയുടെ എല്ലൊക്കെ അതിൽ കൊണ്ടാൽ പാൻ ചീത്തയായിപ്പോവും. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം. ബീഫ് പൊരിച്ചെടുക്കുമ്പോൾ ആ നല്ല ഹാർഡായിട്ടുള്ളതല്ലേ, അപ്പോൾ എല്ലൊക്കെ പാനിൽ കൊള്ളും. അപ്പം നമുക്ക് ഏതെങ്കിലും ചീനിച്ചട്ടി ഉപയോഗിച്ചിട്ട് അത് നമുക്ക് ഫ്രൈ ആയിട്ട് എടുക്കാം. നല്ലപോലെ മൊരിഞ്ഞ് പുറമൊക്കെ മൊരിഞ്ഞ് ഹൈ ഫ്ലെയിമിൽ തന്നെ, കാരണം ഇത് എന്തായാലും നല്ല സോഫ്റ്റായിട്ട് വെന്തിരിക്കുന്നതാണ്. അപ്പം നന്നായിട്ട് പൊരിച്ചെടുക്കുക, നല്ലപോലെ പൊരിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ മസാലയൊന്നും വേണ്ട കേട്ടോ. മസാല ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ മസാലന്ന് ഇങ്ങനെ നമുക്ക് കോരി ഇങ്ങനെ പീസായിട്ട് തന്നെ എണ്ണ, അത്യാവശ്യം എണ്ണ ഒഴിച്ചോളൂ. കാരണം നമ്മൾ ചോറിൽ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല. നമുക്ക് ഈ ബീഫിൻ്റെ ഓയിൽ നമുക്ക് ചോറിൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കണം. അതൊരു അപാര ടേസ്റ്റ് കേട്ടോ. അത് നിങ്ങൾ മറക്കല്ലേ. നമ്മൾ ചിക്കനിലും അങ്ങനെ ചെയ്യും. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്ന ആ ഓയിൽ വേണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അത്യാവശ്യം ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ തന്നെ ഞാൻ ഒഴിക്കുന്ന അതേ ഒരു രീതിയിൽ, ആ ഒരു അളവിൽ നോക്കിക്കോണം. പിന്നെ ബീഫിന് അത്യാവശ്യം ഓയിലുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഓയിൽ കുക്കറിൽ ഒഴിച്ചപ്പോഴും കുറച്ചേ ഒഴിച്ചോളൂ. അപ്പോൾ അതാ ഇങ്ങനെ ഈ ഒരു അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അത്രേ ഉള്ളൂ. ആ ഒരു ബീഫ് ഒന്ന് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. കണ്ടോ, അലുവ കഷ്ണം പോലെ ഇരിക്കുന്ന ഈ ഒരു ബീഫ് വലുതായിട്ട് ഇടണം ബീഫ് കേട്ടോ. നമ്മളൊരു 4 പേർക്ക് ഒരു 8 പീസെങ്കിലും ഉണ്ടായിരിക്കണം. വലിയ പീസാക്കി വേണം നമുക്ക് ബീഫ് എടുക്കാൻ. എപ്പോഴും അത് അല്ലെ ഒരു 10 പീസ് നമ്മൾ അഡീഷണൽ 2 പീസും കൂടെ കരുതണം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. നമ്മൾ 1 കിലോ ചിക്കനോ അല്ല 1 കിലോ ബീഫ്, അപ്പോൾ ആ ഒരു ബീഫ് നമുക്ക് അങ്ങനെ പീസാക്കിയാലാണ് നല്ലത്. അപ്പം ഞാനത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ദം ചെയ്യാം. അപ്പം ദം ചെയ്യാൻ പാത്രം വെച്ചിട്ട് ആദ്യം ഞാൻ റൈസ് തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ ചോറ് വെന്ത് കഴിഞ്ഞ് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ചോറ് നല്ല അത്യാവശ്യം ചോറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് അടുത്തത് നമുക്ക് മസാല ഉണ്ടല്ലോ, നമ്മൾ ബീഫ് കൂട്ടിയെടുത്ത് വെച്ച മസാല, അത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. വല്ലാത്ത മണം കേട്ടോ. അതൊന്ന് നിങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഉണ്ടാക്കി നോക്കിയിട്ട്. അത് നമുക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പൊരിച്ച ഓയിലില്ലേ, നമ്മൾ ബീഫ് പൊരിച്ച ഓയിൽ, അതും ഇതിൻ്റെ ലെയറിൽ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ബാക്കി കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം, റൈസ് ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് ഒറ്റ സെറ്റായിട്ടാണോ അല്ലെ ഡബിൾ ലെയറായിട്ടാണോ, എങ്ങനെയാണേലും നിങ്ങൾ ഏത് രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് അത് എല്ലായിടത്തും ആ മസാല എത്തുന്ന രീതിയിൽ ദം ചെയ്യണം കേട്ടോ. ഫ്രൈ ആക്കിയ പീസ് എന്തായാലും ഇടയിലായിട്ട് വെച്ച് കൊടുക്കണ്ട, മസാലയും ഓയിലും മാത്രം ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുത്താൽ മതി. മനസ്സിലായല്ലോ. നമുക്ക് ലാസ്റ്റ് മുകളിലായിട്ട് ആ ഫ്രൈ ആക്കിയ പീസ് വെച്ചാൽ നമ്മൾ സെർവ് ചെയ്യുമ്പം വിളമ്പുമ്പം നമുക്ക് ഓരോ പീസ് ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് ആ ഓയിൽ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പച്ചമുളക് ഉണ്ടല്ലോ, അതിലേക്ക് കുത്തി കൊടുക്കുക. അത് ഇഷ്ടമുള്ളവർ അത് അങ്ങനെ തന്നെ എടുക്കും. ഞാൻ ബാക്കി വന്ന ചോറുണ്ടല്ലോ, ആ കുക്കറിൽ ബാക്കി മസാല ഉണ്ടായിരുന്നു, അപ്പോൾ അത് വൈകിട്ടത്തേക്കാക്കാം, മറ്റേത് ഉച്ചയ്ക്ക് നമുക്കെടുക്കാം. അപ്പം ചൂടോടുകൂടി കഴിക്കാൻ പറ്റുമല്ലോ. 2 സെക്ഷനാക്കി ഞാനാക്കി വെച്ച്. അത് നല്ലതായിരുന്നു കേട്ടോ. അത് അന്നേരം നമുക്കൊരു ഫ്രഷ്നെസ്സും തോന്നി. അത് നന്നായിട്ട് മസാല ഒന്ന് മിക്സ് ചെയ്ത് ഒരു നാരങ്ങയും അതിലേക്ക് ഇട്ട് കൊടുത്ത്. കാരണം നമ്മൾ കറിക്കകത്ത് ഒരു നാരങ്ങ ഉണ്ടായിരുന്നു, റൈസിനകത്ത് ഒരു നാരങ്ങ ഉണ്ടായിരുന്നു, അങ്ങനെ. അപ്പോൾ 2 സെക്ഷനാക്കി ഞാൻ ദം ചെയ്തു. പൊരിച്ച പീസും ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു കിലോ ബീഫ് ഒരു 8-10 പീസാക്കിയാൽ കറക്റ്റ് വിളമ്പുമ്പം 4 പേർക്കൊക്കെ എടുക്കുമ്പം നമുക്ക് നന്നായിട്ട് കഴിക്കാൻ കാണും കേട്ടോ.
അപ്പോൾ ആ ഒരു രീതിക്ക് വിളമ്പാവുള്ളൂ. കണ്ടില്ലേ? വല്ലാത്ത ഒരു ചോറാണ്. എല്ലാവരും കഴിച്ച് നോക്കണം ഉണ്ടാക്കി. അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് ദം ചെയ്യാൻ സിമ്മിലിട്ടിട്ട്, നമുക്ക് അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ അങ്ങനെ തന്നെ സിമ്മിലിട്ടാൽ മതി. അല്ലെങ്കിൽ ഒരു പഴയ ദോശക്കല്ലോ എല്ലാം വെച്ചിട്ട് ദം ചെയ്താലും മതി. നല്ല 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി കയറണം, നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന പോലെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം, ആരും സ്കിപ്പാക്കരുത്. ഇതേ മസാലയിൽ നമുക്ക് നല്ല തക്കാളി ചമ്മന്തി കൂട്ടി അടിപൊളി സൂപ്പർ ബീഫ് മന്തി ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമല്ലോ. ഓക്കെ, താങ്ക് യു. നല്ലൊരു റെസിപ്പിയായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.